ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഓഷ്യൻ ആൻഡ് മാൻ എന്ന 5th ചാപ്റ്റർ സോഷ്യൽ സയൻസ് ജിയോഗ്രഫിയിലെ 5th ചാപ്റ്റർ ആയ ഓഷ്യൻ ആൻഡ് മാൻ എന്നാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കാം. എന്താണ് ബേ എന്ന് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് മിഡ് ടേമിന്. അപ്പം ഇവിടെയാണ് ദ പോർഷൻ ഓഫ് ദ സീ സറൗണ്ടഡ് ബൈ ലാൻഡ് ഓൺ 3 സൈഡ് ഈസ് കോൾഡ് ബേ. ഞാൻ ഒന്ന് ക്ലിയർ ആക്കി കാണിച്ചു തരാം. പോർഷൻ ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ The portion of the sea surrounded by land on 3 sides is called bay. 3 സൈഡിൽ സീ കവർ ഉണ്ടെങ്കിൽ അതിനെയാണ് ബേ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. ദ നാരോ സ്ട്രെച്ച് ഇവിടെ കാണാം. The narrow stretch of the sea between two land masses is known as strait. നാരോ സ്ട്രെച്ച് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഇടുങ്ങിയ റൂട്ടിലൂടെ സ്ട്രെച്ച് ചെയ്യുന്ന സീയുള്ള ലാൻഡ് മാസസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ്. അപ്പോൾ അത്രയാണ് അവിടെ പഠിക്കാനുള്ളത്. ഇവിടെയുള്ള കുറേ ഇൻഫർമേഷൻ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ജസ്റ്റ് വേസ്റ്റ് ഇൻഫർമേഷനാണ്. ഇനി ഐലൻഡ്സ് ആൻഡ് പെനിൻസുല. ഐലൻഡ്സ് ആർ ലാൻഡ് സറൗണ്ടഡ് ബൈ സീ ഓൺ ഓൾ സൈഡ്സ്. പിന്നെ ലാൻഡ് മാസസ് സറൗണ്ടഡ് ബൈ സീ ഓൺ 3 സൈഡ്സ് ആർ കോൾഡ് പെനിൻസുല. സീ 3 സൈഡ്സ് ഓഫ് ലാൻഡിൽ സറൗണ്ടഡ് ആണെങ്കിൽ അതിനെ ബേ എന്ന് പറയും. എന്നാൽ ലാൻഡ് 3 സൈഡ്സ് ഓഫ് സീയിലായിട്ട് സറൗണ്ടഡ് ആണെങ്കിൽ അതിന് പെനിൻസുല എന്ന് പറയും. ഐലൻഡ്സ് ആർ ലാൻഡ് സറൗണ്ടഡ് ബൈ സീ ഓൺ ഓൾ സൈഡ്സ്. ചുറ്റും സീനോട് സറൗണ്ടഡ് ആയതിനെ ഐലൻഡ്സ് എന്ന് പറയും. മാൽദീവ്സ്, ശ്രീലങ്ക ഇതൊക്കെ ഒരു ഐലൻഡ്സ് ആണ്. ഇവിടെ കാണാം ഐലൻഡ്സിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ, കുറച്ച് എക്സാമ്പിൾസ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു 1-2 എക്സാമ്പിൾ നിങ്ങൾ എടുത്ത് വെക്കുന്നതിലാണ്. ഞാൻ പെനിൻസുലയിൽ നിന്ന് ഒരു അത്യാവശ്യം അറിയണ ഒരു ഈ ഞാൻ കട്ട് ചെയ്ത 2 നോക്കുന്നത് പകരം 3 എക്സാമ്പിൾസ് നിങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാത്രം നിങ്ങൾ വിടുക, ബാക്കിയുള്ള എക്സാമ്പിൾസൊക്കെ നിങ്ങൾ നോക്കുക. ഗ്രീൻലാൻഡ് ഒരു ഐലൻഡ് ആണ്, ഐസ്ലാൻഡ് ഒരു ഐലൻഡ് ആണ്. സുമാത്ര ഒന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. ഓക്കെ, ശ്രീലങ്ക, മാൽദീവ്സ്, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ് ഇതാണ് ഐലൻഡ്സിൻ്റെ എക്സാമ്പിൾ. പെനിൻസുലൻ്റെ എക്സാമ്പിൾ ഐലൻഡ് ഇന്ത്യൻ പെനിൻസുല, അറേബ്യൻ പെനിൻസുല, അലാസ്ക പെനിൻസുല ഒക്കെയാണ്. അപ്പം നമ്മൾ ഐലൻഡ്സിൻ്റെ എക്സാമ്പിൾ, പെനിൻസുലൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അടുത്തതാണ് ഇനി ടെമ്പറേച്ചർ, സാലിനിറ്റി ആൻഡ് ഡെൻസിറ്റി ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീ വാട്ടർ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീ വാട്ടർ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് എഴുതിയാൽ മതി. Distribution of ocean temperature. The highest temperature is recorded between 10 degree latitude on either side of the equator. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത മെയിൻ പോയിന്റ്. The average temperature here is about 27 degrees Celsius. As you move away from equator, temperature decreases considerably. Temperature falls about 10 degrees Celsius in the mid latitudes up to 2 degrees Celsius in the polar region. പോളാർ റീജിയൻസിൽ -2 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാറുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ടെമ്പറേച്ചറിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നോക്കാം. സെലൈനിറ്റി ഓഫ് സീ വാട്ടർ. സീ വാട്ടർ ഇസ് സോൾട്ടി. ദ ആവറേജ് എമൗണ്ട് ഓഫ് സോൾട്ടിനെസ് ഓഫ് സീ വാട്ടർ ഇസ് 3.5%. ദിസ് വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ്. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ദ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് കണ്ടൻറ്റ് ഇൻ സീ വാട്ടർ ഇസ് നോൺ ആസ് സലൈനിറ്റി. സോൾട്ട് കണ്ടൻറ്റിനെ പറയുന്ന പേരാണ് സലൈനിറ്റി. സീ വാട്ടറിലുള്ള സോൾട്ട് കണ്ടൻറ്റിൻ്റെ പറയുന്ന പേരാണ് സലൈനിറ്റി. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ ഗ്രാം ഓഫ് സോൾട്ട് പ്രസൻറ്റ് ഇൻ 1000 grams of water. ഗ്രാം ഓഫ് സോൾട്ട് പ്രസൻറ്റ് ഇൻ 1000 grams of water ആയിട്ടാണ്. ദ ആവറേജ് salinity ഓഫ് വാട്ടർ ഇസ് 35 parts per 1000 ഇസ് റെക്കോർഡഡ് ആസ് 35 degree/00. അതാണ് അതിൻ്റെ റെക്കോർഡ്. ദാറ്റ് മീൻസ് 35 grams ഓഫ് സോൾട്ട് ഈസ് പ്രസൻറ്റ് ഇൻ 35 gram സോൾട്ട് 1000 gram സീ വാട്ടറിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നോക്കാം. കണ്ടീഷൻസ് ലീഡിങ് ടു വേരിയേഷൻ ഇൻ സീ വാട്ടർ സലൈനിറ്റി. ഇതൊക്കെയാണ് കണ്ടീഷൻസ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. സലൈനിറ്റി വിൽ ബി മോർ ഇൻ ലാൻഡ് ലോക്ക്ഡ് സീസ്. ലോക്ക് ചെയ്ത് വെച്ച സീസിൽ കൂടുതൽ സലൈനിറ്റി ഉണ്ടാവും. സലൈനിറ്റി ഇൻക്രീസ് ഇൻ ഏരിയാസ് ഓഫ് ഹൈ ഇവാപ്പറേഷൻ. നല്ല ഇവാപ്പറേഷൻ ഉള്ള സ്ഥലത്ത് സലൈനിറ്റി നല്ല ഇൻക്രീസ് ചെയ്യും. സലൈനിറ്റി ഡിക്രീസസ് ഇൻ ഏരിയാസ് വെർ സ്നോ മെൽറ്റ് വാട്ടർ റീച്ചസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. സലൈനിറ്റി കുറയുക സ്നോ മെൽറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, കാരണം അതിൻ്റെ വാട്ടർ കൂടുന്നതിനനുസരിച്ച് സാൾട്ട് ഡൈല്യൂട്ട് ചെയ്യപ്പെടും. സലൈനിറ്റി ഡിക്രീസസ് അറ്റ് റിവർ മൗത്ത്. റിവറിൻ്റെ വെള്ളം കൂടി വരുന്ന സമയത്ത് സലൈനിറ്റി വളരെ കുറയും. അപ്പോൾ റിവറിൻ്റെ മൗത്തിൽ അത് ഡിക്രീസ് ചെയ്യും.
ഹെവി റെയിൻഫോൾ ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ സാലിനിറ്റി. നല്ല ഹെവി ആയിട്ടുള്ള റെയിൻഫോളാണ് സാലിനിറ്റിൻ്റെ റിഡക്ഷന് കാരണം. ഇനി അടുത്ത നോക്കാം ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ. ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഇസ് നോട്ട് യൂണിഫോം എനിവെയർ. അത് നമുക്കറിയാം. ദിസ് ഈസ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ സാലിനിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് സീ വാട്ടർ. ഡെൻസിറ്റി ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഡെൻസിറ്റി ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ആസ് സലൈനിറ്റി ഇൻക്രീസസ്. ഇനി അടുത്ത് നോക്കാം. ഇപ്പോൾ ഡെൻസിറ്റി കഴിഞ്ഞു. ഇനി മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ. അത് വേവ്സ്, ടൈഡ്സ്, ഓഷൻ കറൻസ്, ഇതൊക്കെയാണ് എന്താ പറയുക സീ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇനി ദ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഓഫ് ദ വാട്ടർ അലോങ് ദ സർഫേസ് ഓഫ് ദ സീ ഈസ് കോൾഡ് സീ വേവ്സ്. ഇനിയാണ് സീ വേവ്സ് എന്ന് പറയുന്നത്, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്നതിന്. ഇനി ദ സമ്മിറ്റ് ഓഫ് ദ വേവ് ഈസ് നോൺ ആസ് ക്രസ്റ്റ്. ഇതിൻ്റെ സമ്മിറ്റ് പറയുന്നത് ക്രസ്റ്റാണ്. തന്നെ ഏതാണ് സമ്മിറ്റ് നോക്കാം. കണ്ടോ ഇവിടെ ക്രസ്റ്റ് മുകളിലേക്ക് പൊന്തിക്കുന്നതിനാണ് ക്രസ്റ്റ് എന്ന് പറയുക. ആൻഡ് ബോട്ടം പാർട്ട് ഈസ് നോൺ ആസ് വേവ് ട്രോ. അടിയിലേക്ക് കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തിനാണ് ട്രൗ എന്ന് പറയുക. ഇവിടെ ഉണ്ട്, ഇത് ട്രൗ, ഇത് ക്രസ്റ്റ്. ഇനി അടുത്തതാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ക്രസ്റ്റൻറ്റ് ഇസ് ദ വേവ് ലെങ്ത്. അതാണ് അടുത്ത പോയിന്റ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ക്രസ്റ്റ് ഇസ് ദ വേവ് ലെങ്ത് ആൻഡ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്രസ്റ്റ് ആൻഡ് ദ ട്രൗ ഇസ് വേവ് ഹൈറ്റ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ഇങ്ങനെയാണ് എങ്കിൽ വേവ് ഹൈറ്റ്. ട്രവ് ടു വേവ് എന്താ പറയുക, ട്രവ് ടു ക്രസ് വേവ് ഹൈറ്റ്. എന്നാൽ എന്താ പറയുക വേവിൻ്റെ എന്താ പറയുക ഇപ്പോൾ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ അതിനാണ് വേവ് ലെങ്ത് എന്ന് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഇതിൽ. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് പോകാം. സം മെഷേഴ്സ് ആർ ടേക്കൺ ടു പ്രിവെൻറ്റ് ഡാമേജ് ആൻഡ് ടു പ്രൊട്ടക്ട് ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഡെപ്പോസിറ്റിംഗ് ബോൾഡേഴ്സ് അലോങ് ദ സീഷോർ, ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻ്റർലോക്കിംഗ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ പുലിമുട്ട്, അല്ലെങ്കിൽ പ്ലാന്റിങ് ഓഫ് മാംഗ്രോവ്സ്. ഇതൊക്കെയാണ് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്താണ് ടൈഡ്സ്. ടൈഡ്സ് ആർ എ പെരിയോഡിക് റൈസ് ആൻഡ് fall in water of level in the ocean. The rise in the level of ocean water is the high tide and the lowering of the water level is known as low tide. അപ്പോൾ ഹൈ ടൈഡും ലോ ടൈഡും ചോദിക്കും. വാട്ടർ റൈസ് ചെയ്യുന്നതിന് എന്താ ഹൈ ടൈഡും വാട്ടർ ലോ ചെയ്യുന്നതിന് ലോ ടൈഡും എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൽ പഠിക്കാൻ. ഇനി അടുത്ത് നോക്കാം. The rise in water level due to gravitation pull exerted by the moon leads to high tide. The rise in water level due to gravitational pull exerted by the moon leads to high tide. അതാണ് ഹൈ ടൈഡിന് കാരണം വരുന്നത്. മൂണാണ് ഹൈ ടൈഡിന് കാരണം വരുന്നത്. You might have noticed the water level at the opposite side also has risen. The centrifugal force due to the Earth's rotation is the reason for the rise in water level here. It can be seen that the water level goes down at places located 90 degrees away from the places of tidal influence. This is due to the draining of water towards the tidal region. The phenomenon of fall of water level is known as low tide. ഈ വാട്ടർ ഫാൾ ചെയ്യണതിനാണ് ലോ ടൈഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ടൈഡിൽ ഇനി പഠിക്കാനുള്ളത്. ഇനി സ്പ്രിങ് ടൈഡും നീപ്പ് ടൈഡും ഉണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സ്പ്രിങ് ടൈഡ്, നീ ടൈഡ് എന്താണ് പഠിച്ചാൽ മതി. ദ ടൈഡൽ ഫോഴ്സ് വിൽ ബി ഇൻറ്റൻസ് ഡ്യൂ ടു കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് സൺ ആൻഡ് മൂൺ. ഇതിനാണ് സ്പ്രിങ് ടൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നീപ്പ് ടൈഡാണ് നോക്കേണ്ടത്. നീപ്പ് ടൈഡ് ടൈഡ്സ് കോസ് ആർ വീക്ക് ആണ്. നീപ്പ് ടൈഡിനെ ഇവിടെ ഒന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ സ്പ്രിങ് ടൈഡും ഇവിടെ നീപ്പ് ടൈഡും കൊണ്ട് പഠിക്കാം. അത് മാത്രമേ ഉള്ളൂ. സച്ച് വീക്ക് ടൈഡ്സ് ആർ നോൺ ആസ് നീപ്പ് ടൈഡ്. അപ്പം ആസ് ദ സൺ ആൻഡ് ദ മൂൺ അട്രാക്ട്സ് ദ എർത്ത് ഫ്രം ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 90 degree, ടൈഡ്സ് ആർ വീക്ക്. Tides goes to weak. These weak tides are known as neap tides. അതാണ് നീപ്പ് ടൈഡ്സ്. ഈ ന്യൂ മൂൺ ഡേയ്സിൽ സണ്ണും മൂണും അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആംഗുലർ ഡിസ്റ്റൻസ് 90 degree ആയിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ടൈഡ് വളരെ വീക്ക് ആക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നീപ്പ് ടൈഡ് ഉണ്ടാവാൻ കാരണം വരുന്നത്. ഇനി എഫക്ട്സ് ഓഫ് ടൈഡ്സ്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ എഫക്ട്സ് നോക്കാം. അപ്പോൾ നമ്മൾ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാണ്. The debris dumped along the seashore and the ports are washed off the deep sea.
ഇതിൻ്റെ എന്താ ഉള്ളിലുള്ള എന്താ ഡംപ് ചെയ്തൊക്കെ വേസ്റ്റുകളൊക്കെ ഡീപ്പ് സീയിലേക്ക് ഇറങ്ങിപ്പോവും. ദ ഫോർമേഷൻ ഓഫ് ഡെൽറ്റാസ് ഈസ് ഡിസ്ട്രപ്റ്റഡ് ഡ്യൂ ടു സ്ട്രോങ് ടൈഡ്സ്. ഡെൽറ്റ ഉണ്ടാവുന്നത് കുറയും. ബ്രാക്കിഷ് വാട്ടർ ക്യാൻ ബി കളക്റ്റഡ് ഇൻ സോൾട്ട് പാൻസ് ഡ്യൂറിങ് ഹൈ ടൈഡ്സ്. ഈ ബ്രാക്കിഷ് വാട്ടർ പറഞ്ഞാൽ നല്ല സോൾട്ടുള്ള വാട്ടർ സോൾട്ട് പാൻ ഉപയോഗിച്ച് കളക്ട് ചെയ്യാൻ പറ്റും. കാരണം ഹൈ ടൈഡ് ഉണ്ടാവുമ്പോൾ നല്ല ഇവാപ്പറേഷൻ ഉണ്ടാവും. ദ ഫിഷർമാൻ മേക്ക് യൂസ് ഓഫ് ദ ടൈഡ്സ് ഫോർ ഗോയിങ് ആൻഡ് റിട്ടേണിങ് ഫ്രം ദ സീ ഇൻ കറ്റാർമറാൻസ്. കാരണം ഫിഷൊക്കെ നല്ല കൂടും ഈ എന്താ ടൈഡുള്ള സമയത്ത്. ടൈഡൽ എനർജി ക്യാൻ ബി യൂസ്ഡ് ഫോർ പവർ ജനറേഷൻ. ടൈഡൽ എനർജി പവർ ജനറേഷൻ യൂസ് ചെയ്യാം. അങ്ങനെ വേവ് ലെങ്ത് ഇങ്ങനെ കേടി ഇങ്ങനെ അടിയുന്ന രീതിയിൽ നല്ല സ്ട്രെങ്തി വാട്ടർ ആക്കാരം. ഷിപ്സ് ക്യാൻ ബി ബോട്ട് ടു ഷാലോ ഹാർബേഴ്സ് ഡ്യൂറിങ് ഹൈ ടൈഡ്സ്. ഷിപ്പൊന്നും സീയിലേക്ക് ഇറക്കാൻ പാടില്ല ഹൈ ടൈഡ്സിൽ, കാരണം അവർക്ക് മുങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയാണ് ഇതിൽ പറയുന്നത്. ഇനി ഇവിടെ ഒന്നല്ല ഇനി പഠിക്കാനുള്ളത്. ഇവിടെയൊക്കെ ജസ്റ്റ് ഒരു കോൾഡ് കറൻസ് അങ്ങനെ കറൻസിനൊക്കെ കുറിച്ചാണ് പറയുന്നത്. നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്കിനി പഠിക്കാനുള്ളത് എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻ്റ് ആണ്. എന്തൊക്കെയാണ് ഓഷ്യൻ കറൻസിൻ്റെ എഫക്ട്സ്? ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലൈമറ്റ് coastal region. Fog develops in the region where warm and cold currents meets. The regions where the warm and cold current meet provide favorable conditions for the growth of fish. ഈ ക്ലൈമറ്റ് കോസ്റ്റൽ റീജിയണിന് നല്ല ഇൻഫ്ലുവൻസ് ചെയ്യും, ഫോഗ് ഡെവലപ്പ് ചെയ്യും, പിന്നെ എന്താ പറയുക ഫിഷുകൾ നല്ലോണം പിടിക്കാൻ വേണ്ടി സഹായിക്കും. കാരണം അത് ഫേവറബിൾ കണ്ടീഷനാണ് ഫിഷുകൾക്ക്. ക്ലൈമറ്റ് ഓക്കെ. ഇനി ഇതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമുക്ക് ഇനി ഏതൊക്കെയാണ് ഇത് എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻറ്റ്സ്, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ ക്ലൈമറ്റാണ് ഫസ്റ്റ് എഫക്റ്റ്. ക്ലൈമറ്റ്, പിന്നെ മിനറൽ ഡെപ്പോസിറ്റ്സ്, പിന്നെ പവർ ജനറേഷൻ, അതിൻ്റെ കുറച്ചധികം വരച്ച് പവർ ജനറേഷൻ, പിന്നെ ഓഷ്യൻ ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്. ഓഷ്യൻ ഒരു സോഴ്സ് ഓഫ് ഫുഡാണ്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫ്രം സീ, ഡ്രിങ്കിങ് വാട്ടർ സീന്ന് കിട്ടും. പിന്നെ പ്രൊവൈഡ് സെവറൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ വാരിയസ് സെക്ടേഴ്സ് ലൈക്ക് ഫിഷിംഗ്, its processing and making, possibilities for tourism, ocean transport is ideal for the transport. അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് ഓഷ്യനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ വാട്സപ്പിലും ടെലഗ്രാമിലൊക്കെ വിടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ വരുന്നവരെ ബൈ.